ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ വാലിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലെ പരുന്തുംപാറ നീലക്കുറിഞ്ഞാണാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഇവിടുത്തെ വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ നീലക്കുറിഞ്ഞിലേക്ക് ഇവിടെ പൂത്ത് സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങ് കാണുന്നതൊക്കെ നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നത്. നമ്മളെ ക്യാമറ നേരെ കിട്ടത്തില്ല. അങ്ങും ഇഞ്ഞും ഇവിടെയൊക്കെ കുറച്ച് നീലക്കുറിഞ്ഞ് പൂത്തിട്ടുള്ളൂ. നമ്മൾ ശരിക്കും പൂത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ പോകുന്നതാണ്. പരുന്തുംപാറ ഇങ്ങനെ വ്യൂ ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. ഒരു രക്ഷയില്ലാത്ത സൂപ്പർ വ്യൂ തന്നെയാണ്. ഇതുപോലൊരു വ്യൂ പല പ്രാവശ്യം നമ്മൾ പരുന്തുംപാറ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വ്യൂ നമ്മൾ കണ്ടിട്ടേ ഇല്ല. കാരണം ഞാൻ ഇതുപോലെയുള്ള സ്ഥലത്തേക്ക് വന്നിട്ടില്ല. നമ്മൾ ഇവിടെയൊക്കെ ആൾക്കാരെ കാണുന്ന ആ പ്രദേശത്ത് കാണുന്ന മൊത്തം നീലക്കുറിഞ്ഞാണ്. ഒരു രക്ഷയില്ലാതെ പൂത്ത് കിടക്കുക തന്നെയാണ്. വ്യൂ എന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞറിയിക്കത്തില്ല. അത്രയും നല്ലൊരു വ്യൂ തന്നെയാണ്. സൂപ്പർ വ്യൂ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നടന്ന് നമ്മളെ തളർന്ന്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു വ്യൂ കാണാമല്ലോ. ഈ ഒരു താഴ്വാര നിങ്ങളെ കാണിക്കാതിരുന്നാൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ഇതാണ് നീലക്കുറിഞ്ഞി. ഇത് നീലക്കുറിഞ്ഞിയല്ല, ഇത് മേട്ടുക്കുറിഞ്ഞിയാണ്. 7 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന മേട്ടുക്കുറിഞ്ഞിയാണ്. മറുവശത്ത് ഒരുപാടുണ്ടെങ്കിൽ അവിടെ ആൾക്കാർ വന്ന് നശിപ്പിച്ച് കളഞ്ഞു. എല്ലാവരും വന്ന് ഇത് പൂ പറിച്ചുകൊണ്ട് പോയി നശിപ്പിക്കും. വെറുതെയാണ് കൊണ്ടുപോകുന്നതൊക്കെ. ഇതേ നോക്കിയേ, ഇല്ല അടിപൊളി വ്യൂ. നല്ല താഴ്വാരം. ഒരു കുഞ്ഞു പൂവുണ്ടോ, നമ്മളിതിനെ പറിച്ചെടുക്കുന്നില്ല. എന്ത് മനോഹരമായിരിക്കുന്നോ. സൂപ്പർ. ഒരു രക്ഷയിലെത്ത നമ്മളെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ബ്ലൂ വാലി തന്നെയാണിത്. കണ്ട എന്തായാലും നമ്മളെ ചാനലിൽ ബ്ലൂ വാലി എന്ന് പേര് ഇട്ടപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇതുപോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വന്ന് വീഡിയോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്രമകരമായ കാര്യമാണ്. ഇത്തിരി കഷ്ടപ്പെട്ടാലുണ്ട് നല്ല വ്യൂ കിട്ടുമല്ലോ. നമ്മളങ്ങനെ ഇറങ്ങി ഏതോ ഒരു താഴ്വരയിലെത്തി. താഴെ നല്ലൊരു വീണില്ല. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വ്യൂ തന്നെയാണ്. സൂപ്പർ വ്യൂ. ചെറിയൊരു വാട്ടർഫാൾസൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഉണ്ട്. താഴോട്ടും വാട്ടർഫാൾസ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെയൊക്കെ നിറയെ ഈ മേട്ടുക്കുറിഞ്ഞി തളത്ത് നിൽക്കുകയാണ്. കുറച്ചൊക്കെ പോവുള്ളൂ. അങ്ങോട്ട് പോകാല്ലേ? നീ അങ്ങോട്ട് പോയി നോക്കുന്നില്ലല്ലോ. മനോഹരമായ സ്ഥലം തന്നെ. പല പ്രാവശ്യം നമ്മൾ ഈ പരുന്തുംപാറ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ, ഇങ്ങനെ സ്ഥലത്തെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു. എന്തോ നമുക്ക് ഇങ്ങോട്ടൊന്നും വരണമെന്ന് തോന്നി വന്ന്. ഒരു നഷ്ടമില്ലാത്ത സ്ഥലം. ഇത് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കയറാനും ഇറങ്ങാനും ഒക്കെ. അതിലേ വാ. വഴുക്കളുണ്ടേ. മൊബൈലിതാ, മൊബൈൽ ചെയ്യാൻ പറ്റേക്കാം. മൊബൈലൊക്കെ നിറഞ്ഞ് കുഴപ്പമില്ല. എല്ലാവരും നീലക്കുറിഞ്ഞ് കാണാൻ വന്നത് നീലക്കുറിഞ്ഞ് മാത്രം കണ്ടു പോവും. ഇതിനിടയ്ക്ക് പല ചെടികളും പല കുറിഞ്ഞ വർഗ്ഗങ്ങളും പൂക്കും. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല.
വരുന്നവർ കുറേ പറിച്ചു കൊണ്ടങ്ങ് പോകും. കുഞ്ഞു പൂ, നീല കുറഞ്ഞ ഒരു പൂ കുറച്ചുകൂടെ വലുതാണ്. ഇവിടെയൊക്കെ ശരിക്കും പൂത്ത് ഇപ്പോൾ ആൾക്കാരെല്ലാവരും ഇത് ഒടിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. ഒരു രക്ഷയില്ലാതെ നീലക്കുറിഞ്ഞി ഈ മേട് മൊത്തം പൂത്തിരിക്കുക. നീലക്കുറിഞ്ഞിയല്ല, എന്നാലും നമ്മൾ പറയുന്ന നീലക്കുറിഞ്ഞി എന്ന് പറയുന്നെങ്കിലും എല്ലായിടത്തും പൂത്തിരിക്കുകയാണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ വന്ന് കാണാം. ഈ ചെടിയുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കാൻ ചെയ്യാം. രാജമലയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റത്തില്ല, ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ. ഇതിൻ്റെ പൂ പറിക്കാനോ ചെടി പറിക്കാനോ ഒന്നിനും പറ്റത്തില്ല. ഇവിടെ വരുന്നവരെല്ലാവരും ചെടിയും പൂവും ഒക്കെ പറിച്ച് നശിപ്പിച്ച് കൊണ്ടുപോകണം. ഒരിക്കലും അങ്ങനെ പാടില്ല. കാരണം മറ്റുള്ളവർക്ക് കൂടെ കാണാൻ വേണ്ടി നമ്മൾ ഇനി അവശേഷിപ്പിക്കണം. നമുക്ക് താവട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഇത്രയേറെ പൂക്കമൊന്നും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കുറച്ചുകൂടെയൊക്കെ ഭംഗി ഉണ്ടായിരുന്നേ. ഇപ്പം മഴ കാരണം എല്ലാം കുറേയൊക്കെ ഇതാ പോയി കുറേയൊക്കെ പാഴിപ്പോയിട്ടുണ്ട്. എന്നാലും ഒരു രക്ഷയില്ലാത്ത ഭംഗി തന്നെ, അടാർ എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. എവിടെ പോയാലും ഞാനും എൻ്റെ മോനും കൂടെയാണ് യാത്രകൾ ചെയ്യാറുള്ളത്. ഇതുപോലുള്ള കാഴ്ചകൾ കാണാനും അത് തന്നെ ഒരു രസം തന്നെയാണ്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു ആസ്വാദനമില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, സ്ഥലങ്ങളും കൊള്ളാം. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ. ഇത് പീരുമേടിനടുത്തുള്ള ആണ് ഈ സ്ഥലം. ഇവിടെ 7 വർഷത്തിലൊരിക്കലാണ് ഇത് പൂക്കുന്നത്. ഈ മേട്ടുകുറിഞ്ഞി പൂക്കുന്ന 7 വർഷത്തിലൊരിക്കലാണ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ മേട്ടുകുറിഞ്ഞി എന്ന് പറയുന്നത്. മേടുകൾ പൂക്കുന്നതുകൊണ്ട് മേട്ടുകുറിഞ്ഞിയെന്നും. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്തെന്ന് നമുക്കറിയത്തില്ല. ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഇതിലേക്ക് ഇറങ്ങുന്നതൊക്കെ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. കുഴികളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, പറഞ്ഞു തീർന്നില്ല. ഒരു കുഴിയുണ്ട്, കുഴിയിൽ ചാടി കടന്നേ പോകാൻ പറ്റും. എന്തായാലും ചാടി കടക്കും. ഇത് ചാടി കടന്നു. എൻ്റെ മോൻ ഇറങ്ങി വരികയാണ്. നമ്മളെ ഒരു ക്യാമറ ചതിച്ച് അതും കൈ പിടിച്ചാണ് വരികയാണ്. ചാടിക്കോ. അങ്ങനെ പരുന്ത് നീലക്കുറിഞ്ഞി കാണാൻ വന്നിട്ട് പരുന്തിനെ കൂടി ഉൾപ്പെടുത്താതിരുന്ന മോശമല്ലേ? നമ്മൾ ഇവിടുത്തെ പരുന്തിനെ കൂടെ ഒന്ന് കാണിക്കുക. ഇവിടെ അതുവഴിയാണ് നമ്മൾ വന്ന എൻട്രൻസ്. സൂം ചെയ്ത് കാണിക്കാം. ഇതാണ്. ഇവിടെ കുറച്ച് വാട്ടർഫാൾസൊക്കെ ഉണ്ട്. നല്ല കൊക്കയാണ്, നല്ല കുഴിയാണ്. അപകടത്തിൽ പെട്ടതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം വീഡിയോ എടുക്കാൻ. നമ്മൾ ഒരുപാടൊന്നും മുമ്പോട്ട് ആയിരുന്നില്ല. അപ്പം ഒരു വാട്ടർഫാൾസ് ഉണ്ട്, അതും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്ത് കിട്ടുന്നില്ല നേരെ. ഒരു വാട്ടർഫാൾസ് ഇതാണ്. ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്.
ഇതാണ് ആ പരുന്ത്. പരുന്തിൻ്റെ ചുണ്ടും ഒക്കെ വ്യക്തമായിട്ട് അറിയാം. ഇതാണ് യഥാർത്ഥ പരുന്തൻ പാറ. ഈ താഴെ കാണുന്ന വനമേഖല ശബരിമലയിൽ വനമേഖലയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഈ മേഖല ഈ കാണുന്ന ഭാഗത്താണ് മകരവിളക്ക് തെളിയുന്നത്. നമ്മളിവിടെ നിന്ന് മകരവിളക്ക് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ശബരിമലയിൽ വനമേഖലയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബ്ലൂ വാലി ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റ.